സേഫ്റ്റി പിന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും. എൻ്റെ പൊന്നാതോ സൈസ്. നമസ്കാരം, അജിയാണ്. വിഷു വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയൊരു ടിപ്പ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ചെറിയൊരു പ്രൊഡക്റ്റ് ഇത് കണ്ടോ. ഇത് സ്പ്രിംഗ് ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് ഇതുപോലത്തെ ഫ്ലിപ്പുകൾ, ബില്ലി കോട്ടൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേന് നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ഹുക്ക് ഇങ്ങനെ താഴ്ന്നു പോവുകയും ഓരോ കാസ്റ്റ് കഴിയുമ്പോഴത്തേന് നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തേണ്ട ഒരു ഗതിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ടുള്ളൊരു ചെറിയ ടിപ്പ് ഐറ്റമാണ് ഇതിലേക്കുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു. 5 നമ്പർ ഹുക്കാണ് ഇത്. ഈ ഡിക്കോയ് എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ കമ്പനിയുടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലൊരു സ്പ്രിംഗ് ട്വിസ്റ്റ് എന്നും പറഞ്ഞിട്ടൊരു ഐറ്റം കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷാഡ് അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലിപ്പ് എല്ലാം നമുക്ക് അതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഇതിലോട്ട് അല്ലാതല്ലേ കയറ്റിയിടുന്നത്. അപ്പോൾ അതിന് പകരമാണ് ഇടുന്നത്. ഇതിന് വലിപ്പക്കുറവായതുകൊണ്ട് നമ്മളിത് സേഫ്റ്റി പിന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കി ആ ഹുക്കേലെ വെയിറ്റും എടുത്ത് കളയോ ഫ്രണ്ടിലും എടുത്ത് കളഞ്ഞിട്ട് ഇത് നമ്മളതിലോട്ട് ട്വിസ്റ്റ് ചെയ്തിടും. ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കയറ്റും. എന്നിട്ട് ഈ കറക്റ്റ് ലെവലിൽ നമ്മൾ ഹുക്ക് കയറില്ല. അപ്പോൾ എന്തായാലും ഇത് ഹുക്കെന്ന് ചാടി വരത്തില്ല. പിന്നെ മീനടിക്കുമ്പോൾ ഇതുപോലെ തെറിച്ച് പോയി കഴിഞ്ഞാൽ ഇത് ഫ്ലോട്ടിങ് ആയതുകൊണ്ട് അവിടെ കിടക്കും, നമുക്ക് എടുത്താൽ മതി. ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. ഇങ്ങനെ കയറ്റിയിടും. അപ്പോൾ ഇതിന് ഇങ്ങനെ ഇടണമെങ്കിൽ നമ്മൾ സാധാ വേം ഹുക്ക് പറ്റത്തില്ല. ഈ ടൈപ്പ് വേം ഹുക്കാണ് ഈ കയറുണ്ട്. അത് ഹുക്കിൻ്റെ കൂടെ സൈഡിൽ നമ്മൾ ഒന്ന് ചെറുതായിട്ട് ഇതാക്കി വെക്കും. ഒരുപാട് കയറ്റി വെച്ചാൽ കയറിപ്പോവും. ചെറുതായിട്ട് അങ്ങനെ അത് തീരുന്നവരുമ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് കയറ്റിയൊക്കെ വെച്ച് ഉപയോഗിക്കാം. ഇതാകുമ്പോഴത്തേന് കാട്ടിലോട്ടൊക്കെ പോയാലും ഒന്നും ഉടക്കത്തില്ല, അല്ലാതെ നമുക്ക് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുന്നതാണ്, ഞാനിത് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങോട്ട്. എന്തായാലും ഇങ്ങനെ വെച്ചിട്ടുള്ളൊരു മീൻപിടുത്തം നമുക്ക് പോയി നോക്കാം. ഇന്നിനും വൈകിട്ട് ഫുള്ള് ഇതേലാണ് അംഗം. അപ്പുറം ഇട്ടപ്പോൾ ചാടി വന്നടിച്ച്. അകത്ത് കയറിപ്പോവാൻ അടിച്ചു. അത്യാവശ്യം സൈസുള്ളൊരു വാഹ.
ശരി. മഴ ദിവസമാണ്. ഇടയ്ക്ക് നല്ല അടിപൊളി മഴ. ഞാൻ ഒരു ഇതുണ്ട്, കൊടൈക്കനാലിൽ നല്ല ഭംഗിയുള്ള സ്ഥലത്ത് കയറിയിരിക്കുക. വെളിയിലാണ് മുട്ടൻ മഴ പെയ്തുകൊണ്ടിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നനയും. എന്നിട്ട് ഞാനങ്ങ് ഇറങ്ങും. അവിടെ എല്ലാം അറിയുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം വലുത് ഇവിടെ കിടന്ന് അറിയുന്നുണ്ട്. എൻ്റെ പൊന്നാതോ ഫ്ലിപ്പേല് വിട്ടു ഭാവിയിൽ ചെറിയ വലയാണ്. പോത്തില്ല, നല്ല ഉടുക്കാം. സൈസ് അപ്പറയാ, അത് മുളയ്ക്കപ്പറയാണ്. അത് മുളയ്ക്കപ്പറയാണ്. എന്നെ ചെയ്യാന് ചൂടാ. അതിനകത്ത് തന്നെ അതടിച്ചിട്ട് അതിന് കീറലൊന്നും പറ്റിയിട്ടില്ല. കൂട്ടത്തിൽ റോണിഭായി ഉണ്ട്. അപ്പം ഞങ്ങൾ പെയ്യെ കുറേ താഴോട്ട് പോകും. പുള്ളിയുടെ വള്ളത്തിൽ എഞ്ചിനുള്ളതുകൊണ്ട് തിരിച്ച് ഒരുമിച്ച് കയറി വരാമെന്നുള്ളൊരു ധാരണയിൽ അങ്ങ് പോവാണ്. ഈ ഒരു ഐറ്റം കണ്ടോ, ഇത് നമ്മുടെ നാട്ടിൽ ഞങ്ങളിവിടെ കരിമീനെയൊക്കെ പിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു കൂട് സെറ്റപ്പാണ്.
ഇതിനൊരു ഷട്ടറൊക്കെ ഉണ്ട് കണ്ടോ. ഇതിനകത്ത് തീറ്റ ഇട്ടേക്കും. എന്നിട്ട് മീൻ കയറുമ്പോഴത്തേനെ ഷട്ടർ ഇട്ടിട്ട് ഇതിനകത്തുനിന്ന് മീനെ കോരി എടുക്കും. ഒരു സെറ്റപ്പാണ്. പക്ഷേ ഇപ്പോൾ ഇതെല്ലാം പോയിരിക്കുകയാണ്. വെള്ളം ഇച്ചിരി താഴുമ്പോഴാണ് സെറ്റാവുന്നത്. ഷട്ടറൊക്കെ ഇതാണ്. ഇപ്പോൾ കണ്ടിന്യൂസ് എത്ര കാശായി എന്നിട്ടും കണ്ട അത് ഊരി പോകുന്നില്ല. കിടപ്പുണ്ട്. അകത്തൊരെണ്ണത്തിൻ്റെ ഒരു ആക്ടിവിറ്റി കണ്ടു. അകത്തൊരെണ്ണത്തിൻ്റെ ആക്ടിവിറ്റി കൊണ്ട് ഒരെണ്ണം പുറകെ കൂടെ വരികയും ചെയ്തു. അതും പോയി. പറഞ്ഞടിയായിരുന്നു. വാറി ചെറുതാ, പക്ഷേ മുട്ടിട്ടപ്പോഴേ വന്ന് പറന്നടിക്കുക. എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോക്ക്. കിടക്കുന്ന മീൻ കണ്ടോ, അവൻ ചത്തുപോയി. ആ ടാങ്കിനകത്ത് കിടക്കാനുള്ള സ്പേസ് ഇല്ലായിരുന്നു. കിട്ടിയതിൽ ഏറ്റവും വലുത്.